നമ്മളുടെ ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ സ്നാക്ക് ലിസ്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഒരുപാട് കസ്റ്റമർ വിളിച്ച് ചോദിച്ചതാണ് എന്താണ് സ്നാക്സ്, അതെങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യുക എന്നുള്ളത്. നമ്മളൊരു പ്രൊഡക്ഷൻ കഴിഞ്ഞ് അതിൻ്റെ ഇൻസ്റ്റാളേഷൻ കഴിയുമ്പോൾ നമുക്കൊരു 90% ആക്യുറസി ആയിരിക്കും ഇതിനകത്ത് കിട്ടുക. 10% മിസ്റ്റേക്കുകളും വേരിയേഷൻസും നമ്മൾ അതിൽ പ്രതീക്ഷിക്കണം, നമുക്കതിനകത്ത് ഉണ്ടാവും. അങ്ങനെ വരുന്ന മിസ്റ്റേക്കുകളെയും ഇനി റെക്ടിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളെയാണ് സ്നാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. ഈ സ്നാക്സിൻ്റെ റെക്ടിഫിക്കേഷൻ നമ്മളുടെ ഹൗസ് വാമിങ്ങിന് മുന്നേ തന്നെ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കസ്റ്റമർ ഒരുവിധം സ്നാക്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഹൗസ് വാമിംഗ് ടൈമിലായിരിക്കും. അപ്പോഴായിരിക്കും നമ്മുടെ ഡീപ്പ് ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ടാവുക. നമ്മളുടെ റിലേറ്റീവ്സോ ഇല്ലെങ്കിൽ ഇതിന് മുന്നേ ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ള ഫ്രണ്ട്സോ വന്ന് പല മിസ്റ്റേക്കുകളും ഈ സമയത്ത് നമ്മളെ കാണിച്ചു തരും. അപ്പോഴാണ് നമ്മളിതിൻ്റെ റെക്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്ത കമ്പനികളെ ഒരു കസ്റ്റമർ കോൺടാക്റ്റ് ചെയ്യുക. ഇവരിതിൻ്റെ റെക്ടിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മളുടെ വീട്ടിലായിരിക്കും വന്നിത് ചെയ്യുക. നമ്മളുടെ സോഫ സീറ്റർ അവിടെ ഉണ്ടാവും, കർട്ടൻസ് ഉണ്ടാവും, ബ്ലൈൻഡ്സ് ഉണ്ടാവും. അങ്ങനെ പൊടി കൊണ്ടാൽ ഇഷ്യൂ ആകുന്ന പല യൂണിറ്റുകളും അവിടെ നമുക്കുണ്ടാവും. ഈ കമ്പനികളുടെ സർവീസ് ടീം ഇതെല്ലാം പ്രോപ്പറായിട്ട് കവർ ചെയ്ത് നിങ്ങളുടെ സ്നാക്സ് റെക്ടിഫൈ ചെയ്ത് തരിക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടായുള്ളതാണ്. അതുമാത്രമല്ല, നിങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന സ്നാക്സ് ആയിരിക്കും ഇവർ റെക്ടിഫൈ ചെയ്ത് പോകാനും ചാൻസ്. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയുമ്പോഴായിരിക്കും നമ്മൾ മറ്റ് പല മിസ്റ്റേക്കുകളും അതിനകത്ത് കാണുക. എഗെയിൻ ഇതേ പ്രോസസ്സ് തന്നെ നമ്മൾ വീണ്ടും ആവർത്തിക്കണം. പിന്നീട് ഇതേപോലുള്ള എന്തെങ്കിലും മിസ്റ്റേക്കുകൾ നമ്മൾ പിന്നീട് ഒരു സന്ദർഭത്തിൽ കണ്ടാൽ ഇത് റെക്ടിഫൈ ചെയ്യാനായിട്ട് ഒരു കസ്റ്റമറും ശ്രമിക്കാറില്ല. കാരണം അത് റെക്ടിഫൈ ചെയ്യുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് നമ്മൾ താമസിക്കുന്ന വീട്ടിൽ ഈ സർവീസ് ടീം വന്ന് വർക്ക് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുക. അതുകൊണ്ട് തന്നെ പിന്നീട് കാണുന്ന മിസ്റ്റേക്കുകൾ റെക്ടിഫൈ ചെയ്യാൻ ഒരു കസ്റ്റമറും സാധാരണ രീതിയിൽ ശ്രമിക്കാറില്ല. ഇതെന്താണ് സൊല്യൂഷൻ, ഇതിനെങ്ങനെയാണ് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ, ഹൗസ് വാമിങ്ങിന് മുന്നേ ഇതിൻ്റെ റെക്ടിഫിക്കേഷനും കൂടി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മളുടെ ഹൗസ് വാമിങ് പ്ലാൻ ചെയ്യാൻ. ഇത് നിങ്ങളുടെ ഡ്രീം ഹോമാണ്. ബി അവെയർ.